ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കൈക്കൂലി കേസിൽ മൂന്നാം പ്രതി മുകേഷ് പ്രധാനപ്പെട്ട ഒരു ഹവാല ഇടപാടുകാരനാണെന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇയാളുടെ ബാങ്ക് ഇടപാടുകളിൽ ആടിമുടി ദുരൂഹതയാണ്. പ്രതിക്ക് ഇ ഡി ഉദ്യോഗസ്ഥന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും ഇപ്പോൾ വിജിലൻസിൻ്റെ നിഗമനം. രണ്ടാം പ്രതി വിൽസന്റെ അക്കൗണ്ടിൽ വൻ തുകയുടെ ഇടപാട് നടന്ന് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെന്തോ പ്രോപ്പർട്ടി വിറ്റ പരിപാടിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. സൈബർ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയെന്നും വാർത്ത വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പേരുദോഷം തന്നെയാണ്. കാരണം അഴിമതിക്കെതിരെ വിരലനക്കുന്ന ഇ ഡിയെ തന്നെ, ഇ ഡിക്കുള്ളിലുള്ള ആളുകൾ തന്നെ അഴിമതി വീരന്മാരാണ് എന്ന് വരുന്നത് ഇതിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ലേറ്റസ്റ്റായി ഇതിലെ ഒരു ഉദ്യോഗസ്ഥൻ, അതും അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിസ്ഥാനത്ത് 2 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ വാർത്ത വരുന്നത് ഇ ഡിക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും, മനംപുരട്ടൽ ഉണ്ടാക്കും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇ ഡി പ്രതിരോധത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ ഡി ഉദ്യോഗസ്ഥൻ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഈ വിജിലൻസ് കേസിൽ ഒന്നാം പ്രതിയായി വരുന്ന ഘട്ടത്തിൽ ഇ ഡിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതും അവരുടെ സത്യസന്ധത തെളിയിക്കണമെങ്കിൽ ഒരല്പം വിയർക്കേണ്ടി വരും. വിജിലൻസ് ആകട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത്തരത്തിൽ കോഴ നൽകി ഇ ഡി കേസുകൾ ഒതുക്കാനുള്ള ശ്രമം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ പ്രധാനപ്പെട്ട 2 പ്രതികൾ ആയി വിജിലൻസ് ഈ ഘട്ടത്തിൽ കണക്കാക്കുന്നത്, അതായത് ഈ ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്ന് കണക്കാക്കുന്നത് മുകേഷും അതോടൊപ്പം തന്നെ ഇന്നലെ പിടിയിലായ രഞ്ജിത്തുമാണ്. രഞ്ജിത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഈ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന ഫെമ കേസുകളിലെ ഇരകൾക്ക് വേണ്ടി എപ്പോഴും എത്തുന്ന ഒരാളാണ് ഈ രഞ്ജിത്ത്. അങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിക്കുന്നത് അങ്ങനെയാണെന്നാണ് വിജിലൻസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇഡിക്ക് വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് രഞ്ജിത്തിന്റെ ഫോൺ അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൊല്ലം സ്വദേശിയുടെ വിലാസം ഈ പിടിയിലായ വിൽസനും മുകേഷും നൽകിയത് ഈ രഞ്ജിത്താണെന്നും നേരത്തെ തന്നെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിജിലൻസ് പറയുന്നത് രഞ്ജിത്ത് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇത്തരത്തിൽ ഈ ഇടനിലക്കാരെയും ഇ ഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് രഞ്ജിത്ത് എന്ന് പറയുന്നു. മൂന്നാം പ്രതി മുകേഷിലേക്ക് വന്നാൽ അയാൾ ഒരു പ്രധാനപ്പെട്ട ഹവാല ഇടപാടുകാരനാണ്. കൊച്ചിയിലേക്കും ദുബായിലൊക്കെയുള്ള ഹവാല ഇടപാട് നടത്തുന്ന ആളാണ്. 2 വർഷമായി കൊച്ചിയിൽ സ്ഥിരതാമസം ആരംഭിച്ചിട്ട് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിരവധി തവണ ഈ പണം ഇങ്ങനെ വരികയും അടുത്ത ദിവസം തന്നെ വിഡ്രോ ആയി പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇയാളാണ് ഈ തട്ടിപ്പിന് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നതെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അതായത് സൈബർ തട്ടിപ്പ് നടക്കുമ്പോൾ ഒരു രീതിയുണ്ട്. സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന ആളുകളുടെ പണം പോകുന്നത് മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിലേക്കായിരിക്കും. അത് പണം കൊടുത്ത് വാങ്ങുന്ന അക്കൗണ്ടായിരിക്കും. അത്തരത്തിൽ ഈ കോഴപ്പണം ലഭിക്കുന്ന കോഴപ്പണം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ പക്കൽ നിന്ന് അക്കൗണ്ട് എടുത്തു നൽകുന്ന ആളാണ് ഈ മൂന്നാം പ്രതി മുകേഷ് എന്ന് വിലയിരുത്തുന്നു. രണ്ടാം പ്രതി വിൽസൺ രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെയാണ് അയാൾ ഈ തട്ടിപ്പ് പരിപാടിയുമായി ബന്ധപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വിശദമായ ഒരു പരിശോധന ഇപ്പോഴും നടത്തുന്നുണ്ട്. വിൽസന്റെ ഇതിലെ കൃത്യമായ പങ്ക് എന്താണെന്ന്. ഈ കേസിൽ വിൽസനാണ് നേരിട്ട് ഈ കൊല്ലത്തെ വ്യവസായിയുടെ പക്കൽ നിന്ന് പണം വാങ്ങിയത്. അതുകൊണ്ട് വിൽസന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. വിൽസന്റെ ബാങ്ക് അക്കൗണ്ടുകളടക്കം വിശദമായി പരിശോധിച്ചു വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം, ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതായത് അവരുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് പ്രതിയായി വന്ന കേസിൽ ഇ ഡി ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസറോട് റിപ്പോർട്ട് ചോദിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കൊല്ലം സ്വദേശിയായ പരാതിക്കാരന് അയാൾക്ക് ഇ ഡി ഓഫീസിൽ നിന്ന് 14-ാം തീയതി ഒരു സമൻസ് വരുമെന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. ഈ പ്രതികൾ പറയുന്ന അതേ 14-ാം തീയതി തന്നെ ഇ ഡി ഓഫീസിൽ നിന്നൊരു സമൻസ് വന്നു. ഇ ഡി ഓഫീസ് പോലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ അത്തരം വിവരങ്ങളൊക്കെ വളരെ സീക്രസിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ നിന്ന് വിവരങ്ങൾ എങ്ങനെയാണ് 2 സാധാരണക്കാരായ ആളുകൾക്ക് ലഭിച്ചത് എന്നുള്ളതിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. രാഷ്ട്രീയമായി കൂടി കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഇ ഡി ഇത്തരത്തിൽ പണം വാങ്ങി കേസുകൾ ഒതുക്കുന്നു എന്നൊരു ആരോപണമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കേസ് വരുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി ഈ കേസ് വിശദമായി ചർച്ച ചെയ്യും. CPM ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.